എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒരു ഷിനോബി അവൻ ഓടി വന്ന് ഇപ്പൊ കാക്കാഷിയോട് പറയും, വില്ലന്മാരെല്ലാവരും ഇപ്പൊ ഇവിടെ വിട്ടു പോയി, ആരെയും തന്നെ ചുറ്റും കാണാൻ കഴിയുന്നില്ല. അത് കേട്ട് കാക്കാഷി സെൻസായി പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ റെസ്റ്റ് എടുക്കാം. പക്ഷെ ഒരു കാരണവശാലും ആരും തന്നെ അവരവരുടെ ഗാർഡ് അത് ഡൗൺ ചെയ്യാൻ പാടില്ല. മാസ്റ്റർ മൈഗയോടും ഇപ്പൊ റെസ്റ്റ് എടുത്തോളാൻ പറയും. പക്ഷെ മൈഗൈ പറയും, എന്നെ പോലുള്ള കിങ്സ് അവരൊരിക്കലും റെസ്റ്റ് എടുക്കില്ല. ഞങ്ങളുടേതാണ് ഈ ഗ്രാമം, സോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശം അത് ഞങ്ങൾക്കാണ്. അത് കേട്ട് കാക്കാഷി ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ തലയ്ക്ക് കൈ കൊടുക്കും. അപ്പോഴായിരിക്കും ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് കാക്കാഷി മാസ്റ്റർ ചോദിച്ച 2 സീലിംഗ് ടൂള് അത് അവിടേക്ക് ഇപ്പൊ കൊണ്ടുവരിക. ആക്ച്വലി ഈ ഒരു ടൂൾസ് അത് സായി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ മറ്റൊരു സ്ഥലം കാണിക്കും. അവിടെ സായി ആണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് ഒരുപാട് സാഡായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് ഇപ്പൊ കാക്കാഷി വരും. ആ 2 സീലിംഗ് ഫോർമേഷൻ ടൂൾസ് അത് സായിക്ക് കൊടുത്തിട്ട് പറയും, ഇതുപയോഗിച്ചല്ലേ നീ സീൽ ചെയ്യുക, ഇത് നീ കയ്യിൽ വെച്ചോ, എന്നിട്ട് ട്രെയിനിങ് എടുത്ത് സീൽ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കെ. അപ്പോഴായിരിക്കും മുകളിലായിട്ട് ഒരു മരക്കൊമ്പില് നമ്മുടെ ലീ അവൻ കൂർക്കം വലിച്ചുറങ്ങുന്നത് കാക്കാഷി കാണാം. ഡാ ലീ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചെക്കൻ പേടിച്ച് ഇപ്പൊ താഴെ വീഴും. നോ, എന്നെ ഒന്നും ചെയ്യല്ലേ, കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുമ്പോഴായിരിക്കും അവന്റെ തൊട്ടു മുൻപില് കാക്കാഷിയും സായി നിൽക്കുന്നത് കാണുക. നമ്മുടെ ചെക്കൻ ചെറുതായിട്ടൊന്ന് ചമ്മും, പക്ഷെ അവൻ സ്റ്റേൺ ആയിട്ട് അങ്ങനെ നിൽക്കും. കാക്കാഷി പറയും, സായി അവൻ സീലിംഗ് ജിപ്സു അത് ക്രിയേറ്റ് ചെയ്യാൻ ട്രെയിനിങ് എടുക്കുകയാണ്, സോ അവനെ പ്രൊട്ടക്ട് ചെയ്ത് നീ എപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അതിനവൻ പറയും, ഞാനൊരൊറ്റ ആള് മതി, എത്ര വില്ലന്മാരുണ്ടെങ്കിലും ഞാൻ അടിച്ചോടിക്കും. സായെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവൻ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഇപ്പൊ അവിടെ കിടന്ന് കുത്തി മറിയാൻ തുടങ്ങും. അപ്പൊ സായി അവനിപ്പോ ലീയോട് പറയും, എനിക്കൊരല്പനേരം വെറുതെ ഇരിക്കണം, ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. അത് കേട്ടില്ലേ അവൻ പറയും, കുഴപ്പമില്ല, നീ ട്രെയിനിങ് എടുക്ക്, ഞാൻ അത്യാവശ്യമായിട്ട് ഒന്ന് കാക്കാഷി മാസ്റ്ററെ കണ്ടിട്ട് ഇപ്പൊ വരാന്നും പറഞ്ഞ് ഓടി കാക്കാഷി മാസ്റ്ററിന്റെ അടുത്തേക്ക് വരും. അവൻ കാക്കാഷിയോട് ചോദിക്കും, മാസ്റ്ററിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ സായുടെ സീലിംഗ് ജിപ്സു അതെങ്ങനെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരോ. ഉടനെ കാക്കാഷി ഇപ്പൊ ആ സീലിംഗ് ജിപ്സുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത സായി അവനും ഫ്ലാഷ് ബാക്കില് ഡാസോ അവനോട് ആ ഒരു സീലിംഗ് ജിപ്സു പഠിക്കാൻ പറഞ്ഞ കാര്യം അത് ആലോചിക്കാൻ തുടങ്ങും. ഡാസോ പറയും, ഒറോച്ചിമാറു അവൻ റീആനിമേഷനിലൂടെ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ്, സോ എത്രയും പെട്ടെന്ന് ഈ ഒരു സീലിംഗ് ജിപ്സു അത് കറക്റ്റ് ആയിട്ട് പഠിച്ച് നമ്മളെപ്പോലെ ചീഫുകൾക്കിടയില് നല്ലൊരു സീലിംഗ് മാസ്റ്റർ ആയിട്ട് നീ മാറണം. ഡാസോ വീണ്ടും പറയും, ഇപ്പൊ നിനക്ക് യാതൊരു ഇമോഷൻസും ഇല്ല, പക്ഷെ നിന്റെ മനസ്സിന്റെ ഓരോരത്ത് ഈ ഒരു ഇമോഷൻസ് ഒക്കെ ഉണ്ട്, സോ ആ ഒരു ഇമോഷൻ അതിനെ ഉപയോഗിച്ച് വേണം ഈ ഒരു സീലിംഗ് ജിപ്സു അത് നീ ക്രിയേറ്റ് ചെയ്യാൻ. പക്ഷെ ഒരു കാരണവശാലും നിന്റെ നെഗറ്റീവ് ഇമോഷൻസ് അത് പുറത്ത് കൊണ്ടുവരരുത്, പോസിറ്റീവ് ഇമോഷൻസ് അത് മാത്രമേ നീ റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഡാസോ ആളവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ സായി അവൻ പ്രസന്റില് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇപ്പൊ കണ്ണു തുറന്ന് ചുറ്റും നോക്കും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഷിനോബികള് അവർ ചുറ്റും നോക്കും. അവിടേക്ക് ആ വില്ലന്മാര് അവരെത്തിക്കഴിഞ്ഞു. അവരവരുടെ പവർ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഷിനോബികളെ വെട്ടി എറിയാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാർ കഷ്ടപ്പെട്ട് ആ വില്ലന്മാരെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അവരെത്തുമ്പോഴേക്കും അവരോരോ ഭാഗത്തേക്കായി ഓടി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിന് കാക്കാഷി പറയും, ആ ഒരു വില്ലനെ അത്ര എളുപ്പത്തിൽ പിടിക്കാൻ കഴിയില്ല, അവൻ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ആൾക്കാരെ മാത്രം എയിം ചെയ്താണ് നമ്മുടെ സ്ട്രെങ്ത് അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പിരിഞ്ഞു നിൽക്കാൻ പാടില്ല, ടീമായിട്ട് മാത്രമേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ കാക്കാഷിയും റോക്ലിയും അവർ രണ്ടുപേരും അവിടേക്ക് ഓടിയെത്തും. അവരെ കാണുമ്പോ തന്നെ ഇപ്പൊ കാക്കാഷി മാസ്റ്റർക്ക് ഒരുപാട് ആശ്വാസമാവും. മാസ്റ്റർ പറയും, നിങ്ങൾ കറക്റ്റ് ടൈമിൽ വന്നു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇപ്പൊ തന്നെ എന്നെ ഫോളോ ചെയ്ത് വാ. അപ്പല്ലേ അവനിപ്പോ സായിയോട് ചോദിക്കും, നിന്റെ സീലിംഗ് ജിപ്സ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെന്ന് എന്നോട് മാസ്റ്റർ പറഞ്ഞു, പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, നീ ടൈം എടുത്ത് നിന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് സീലിംഗ് ജിപ്സ് ക്രിയേറ്റ് ചെയ്യ്, നിന്നെ പ്രൊട്ടക്ട് ചെയ്തും നിനക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് തന്നും ഞാൻ നിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് സ്റ്റോൺ വില്ലേജിലുള്ള ഒരുപാട് ഷിനോബീസ് അവര് ഗ്രൂപ്പായിട്ട് നിന്ന് എർത്ത് ജിപ്സ് ഉപയോഗിച്ച് വലിയൊരു വാള് അതങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോഴേക്കും ആ വില്ലൻ അവൻ അവിടേക്ക് ചാടി വന്ന് അവന്റെ ബ്ലേഡ് ഉപയോഗിച്ച് ആ വാള് തല്ലി തകർത്ത് അവിടെ ഉണ്ടായിരുന്ന ഓരോ ഷിനോബീസിനെയും തല്ലി തല്ലി കൊല്ലുകയാണ്. എന്റെ സ്ക്വാഡിന് മുൻപില് നിങ്ങളെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല, ഇവിടെ വെച്ച് ഈ നിമിഷം നിങ്ങളെ എല്ലാവരെയും ഞാൻ തല്ലി കൊല്ലൂന്ന് പറഞ്ഞ് ആ വില്ലൻ സ്ക്വാഡ് എടുത്ത് നിലത്തടിക്കും. കറക്റ്റ് സമയത്ത് ഇപ്പൊ കാക്കാഷി മാസ്റ്റർ ആ വില്ലന്റെ പുറകിലേക്ക് വരും. മാസ്റ്റർ പറയും, ഞാൻ ഉള്ളിടത്തോളം കാലം എന്റെ ഷിനോബീസിനെ
ഞാൻ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. സായി എത്രയും പെട്ടെന്ന് ആ സീലിംഗ് ജിപ്സു അത് ക്രിയേറ്റ് ചെയ്യ്. അത് കേൾക്കേണ്ട താമസം സായി വലിയൊരു സ്ക്രോളൊക്കെ വിരിച്ച് അവന്റെ സീലിംഗ് ജിപ്സു അത് റെഡിയാക്കാൻ തുടങ്ങും. അപ്പൊ അവൻ ഫ്ലാഷ് ബാക്കില് ഡാസോ ആദ്യമായിട്ട് ആ സീലിംഗ് ജിപ്സുവിനെ കുറിച്ച് പറഞ്ഞതും അവൻ അന്ന് ട്രെയിനിങ് എടുത്തതും ഒക്കെ ആലോചിക്കും. അവൻ ഒരുപാട് ടെൻഷനായി കൺഫ്യൂസ്ഡ് ആയിട്ട് എന്നെ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയോ? എനിക്ക് എന്റെ പോസിറ്റീവ് ഇമോഷൻസിനെയും നെഗറ്റീവ് ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അവൻ ഉടനെ അവന്റെ ശ്വാസം മുറുക്കി പിടിച്ച് ഇമോഷൻസിനെ റിലീസ് ചെയ്യും. ഉടനെ ആ നെഗറ്റീവ് എനർജി അതായിരിക്കും ആദ്യം പുറത്തേക്ക് വരിക. അവന്റെ കണ്ണ് രണ്ടും അങ്ങനെ കറുത്തിരുളും. അത് കണ്ട് ഡാസോ ആളോടി വന്ന് നോ എന്ന് നിലവിളിച്ച് അവന്റെ പുറത്തൊരു തട്ട് തട്ടും. ആ ഒരു തട്ടില് അവന്റെ ബോഡിയിൽ അബ്സോർബായ ആ ഒരു ഇങ്ക് അതങ്ങനെ പുറത്തേക്ക് ഛർദ്ദിക്കും. ഡാസോ പറയും, നീ ഇത്രയും ട്രെയിനിങ് എടുത്തിട്ടും ഇതുവരെ നിനക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? നീ ഇപ്പൊ റിലീസ് ചെയ്തത് നിന്റെ നെഗറ്റീവ് എനർജിയാണ്. അതാണ് ആ ഇങ്ക് മുഴുവൻ അബ്സോർബ് ചെയ്തത്. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ സായി അവൻ ഒരുപാട് ടെൻഷനായി അതൊക്കെ ചിന്തിച്ചിരിക്കും. അവൻ മനസ്സിൽ പറഞ്ഞുറപ്പിക്കും, ഇത്തവണ ഒരിക്കലും എനിക്ക് തെറ്റുപറ്റാനായിട്ട് പാടില്ല. എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും എന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അത് മാത്രമേ ഞാൻ റിലീസ് ചെയ്യൂ. മറ്റൊരു ഭാഗത്ത് കാക്കാഷി അവനിപ്പോ ആ സ്ക്വാഡ് എടുത്ത് നീട്ടിപ്പിടിക്കും. പക്ഷെ ആ വില്ലൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി കാക്കാഷിയെ വെട്ടിത്തിരിപ്പിച്ച് അങ്ങനെ ലോക്ക് ചെയ്യും. പക്ഷെ കാക്കാഷി മാസ്റ്റർ ആള് സൂപ്പറാണ്. ആള് കറങ്ങി തിരിഞ്ഞ് അങ്ങനെ അവനെ നിലത്തടിച്ച് ആ സ്ക്വാഡ് ഉപയോഗിച്ച് അവനെ വെട്ടാൻ വരും. വില്ലന് മനസ്സിലാവും കാക്കാഷിയുടെ പവർ അവന്റെ ശരീരം കണ്ണാണ്. അത് തകർക്കാനായിട്ട് വില്ലൻ വീണ്ടും ചാടി എഴുന്നേക്കുമ്പോഴേക്കും കാക്കാഷി ആ സ്ക്വാഡ് നീട്ടി അങ്ങനെ അവനെ 2 കഷ്ണായിട്ട് വെട്ടി താഴെയിടും. പക്ഷെ വീണ്ടും ആ വില്ലന്റെ ബോഡി അത് പഴയതുപോലെ ആവാൻ തുടങ്ങും. കാക്കാഷി ഉടനെ അവിടെയുള്ള ഷിനോബിയോട് അവന്റെ ഷാഡോ ജിപ്സു അതുപയോഗിച്ച് ആ വില്ലനെ ലോക്ക് ചെയ്യാൻ പറയും. എന്നിട്ട് ഉടനെ ബാക്കിയുള്ള ഷിനോബീസുമായിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകും. അത് കണ്ടല്ലേ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. സായി അവന്റെ സീലിംഗ് ജിപ്സു അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ അവനെ സീൽ ചെയ്യും. കട്ട് ചെയ്താ ഇവിടെ സായി അവന്റെ കണ്ണിലൂടെ ഇപ്പൊ ആ കറുത്ത ഇങ്ക് അതങ്ങനെ ഒഴുകാൻ തുടങ്ങും. കാരണം അവന്റെ ഉള്ളില് ഇപ്പൊ നെഗറ്റീവ് എനർജിയാണ്. അവൻ ആദ്യമായിട്ട് അവന്റെ ബ്രദറുമായിട്ടുള്ള മെമ്മറീസ് അത് ആലോചിക്കാൻ തുടങ്ങും. അതേസമയം ലീ അവൻ ആ ഷിനോബിയോട് പറയും, ഇത് ആക്ച്വലി ഷിക്കമരുവിന്റെ പവറാണ്. അവനും ഈ ഷാഡോ പവർ വെച്ചാണ് എല്ലാവരെയും ലോക്ക് ചെയ്യുക. അതിനാ ഷിനോബി പറയും, എനിക്കും അതേ പവർ തന്നെയാണ്. ഈ പവർ അത് ഞാൻ റിലീസ് ചെയ്താ ആ വില്ലൻ വീണ്ടും അവൻ ബാക്ക് ടു നോർമലായി നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പോഴായിരിക്കും ഒരു വില്ലൻ അവൻ അവിടേക്ക് ചാടി വീണ് ലീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുക. അതുകൊണ്ട് ഷിനോബി അവൻ നിലവിളിച്ചു പറയും, സായ് എത്രയും പെട്ടെന്ന് നിന്റെ സീലിംഗ് ജിപ്സു അത് ക്രിയേറ്റ് ചെയ്യ്. ലീയെ കൊണ്ട് ആ വില്ലന്മാരെ ഒരിക്കലും ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. സായ് അവന്റെ കണ്ണു തുറക്കും. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ആ വില്ലൻ അവൻ നിലത്തിടിച്ച് ആ സ്ഥലം തന്നെ തകർത്ത് കളയും. ആ സമയത്ത് ആ ഷിനോബി അവന്റെ കൺട്രോൾ പോയി താഴേക്ക് വീഴും. ഷാഡോ ജിപ്സ് ബ്രേക്കായി ആദ്യത്തെ വില്ലൻ അവനും ഇപ്പൊ പഴയതുപോലായി മാറും. എന്നിട്ട് അവർ 2 പേരും ചേർന്ന് ഇപ്പൊ നമ്മുടെ ആൾക്കാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. സായി ടെൻഷനായിട്ട് ഇപ്പൊ അവന്റെ ചുറ്റുമുള്ളവരെ എല്ലാവരെയും ഓർക്കാൻ തുടങ്ങും. കാക്കാഷി മാസ്റ്റർ, സാക്കുറ, കുട്ടപ്പൻ അവരെല്ലാവരെയും അവൻ ഒരു സെക്കൻഡ് ആലോചിക്കും. അവർക്കെല്ലാവർക്കും അവനോട് ഒരുപാട് സ്നേഹമാണ്. ആ ഒരു പോസിറ്റിവിറ്റി അതാണ് ഞാനിപ്പോ തിരിച്ചറിയേണ്ടത്. ഉടനെ അവന്റെ കണ്ണിന്റെ കറുത്ത നിറം അത് മാറി മുഴുവനായിട്ടും അവന്റെ പോസിറ്റിവിറ്റി അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. അവൻ ആ സ്ക്രോളില് നല്ല സ്പീഡില് ഇപ്പൊ ഒരു പുലിയുടെ ചിത്രം അങ്ങനെ വരച്ചു തീർക്കും. പുലി പുറത്തേക്ക് ചാടി വന്ന് ഇപ്പൊ ആ വില്ലന്മാരെ അവരെ 2 പേരെയും അങ്ങനെ വിഴുങ്ങി അതിന്റെ ബോഡിയിൽ സീൽ ചെയ്ത് വീണ്ടും ആ സ്ക്രോളിലേക്ക് മടങ്ങിയെത്തും. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ചെക്കൻ ആ വില്ലനെ സീൽ ചെയ്തു. അത് കണ്ടില്ലേ അവൻ ഹാപ്പി ആയിട്ട് തംസപ്പ് കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.